ഹായ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആഡാണ് മെറ്റാ ആഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ആഡ് റൺ ചെയ്ത് ലീഡ്സ് കളക്ട് ചെയ്യുന്നു, ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്നു, റീച്ച് ക്യാമ്പയിൻ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഫസ്റ്റ് വൺ, നമ്മൾ ക്രിയേറ്റീവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒന്നെങ്കിൽ പോസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കാം, കറോസൽസ് ആയിരിക്കാം. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കണ്ടൻറ്റുകൾ നമ്മൾ വെക്കുന്നത് വളരെയധികം ക്രൗഡഡ് ആയിട്ട് വെക്കാതെ, അതായത് ഒരുപാട് കണ്ടൻറ്റുകൾ അതിലേക്ക് വെക്കാതെ ആവശ്യമായിട്ടുള്ള കണ്ടൻസുകൾ മാത്രം. അതായത് ഒരു ടൈറ്റിൽ, ഒരു ഹെഡ്ലൈൻ വെക്കുക, അതിനുശേഷം പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക, അതിനുശേഷം കോൾ ടു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് പറയുക. പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതായത് ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെബ്സൈറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് വെച്ചതിന് ശേഷം അട്രാക്റ്റീവ് ആയിട്ടൊരു ഇമേജുകൾ നിങ്ങൾക്ക് പോസ്റ്റിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ വീഡിയോയിലാണെങ്കിലും ഒരുപാട് ലെങ്തിലേക്ക് പോകാതെ തന്നെ വളരെ ഹുക്കായിട്ടുള്ള രീതിയിൽ, അതായത് ആദ്യം ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേന് അവർക്കൊരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യുവാനായിട്ട്. രണ്ട്, നമ്മൾ ഇതിന് ശേഷം പ്രൈമറി ടെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷന്, ഹെഡ്ലൈൻ, ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മെറ്റയുടെ സൈഡിൽ നിന്ന് ഒരുപാട് സജഷൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. സോ ആ സജഷൻ നമ്മൾ എല്ലാം ടിക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സജഷൻസ് എല്ലാം കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളത് ഓൺ ചെയ്യാനായിട്ട്. അതിനുശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നമുക്കതിൽ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ അങ്ങനെ നമ്മൾ ചേഞ്ചസ് വരുത്തി അതിനുശേഷം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മെറ്റയ്ക്ക് ഒരുപാട് എന്താണ് ഈ ആഡ് എന്നുള്ളത് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻസിനും ഡിസ്ക്രിപ്ഷനും പ്രൈമറി ടെസ്റ്റിനും അനുസരിച്ചാണ് ഇവർ നമുക്ക് ആ ഒരു സജഷൻ ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. ആ ഒരു സജഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാനായിട്ട് മെറ്റയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്, നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോഴത്തേന് അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നമുക്ക് ആഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അതിൽ തന്നെ നമുക്ക് ഈ ഒരു മെറ്റാ ആഡ്സിൻ്റെ ആഡ് സെറ്റിൽ ഒരു ഓപ്ഷനുണ്ട്. അതായത് കൂടുതൽ റീച്ച്, അതായത് ആ ഒരു പെർഫോമൻസ് അനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നൊരു സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. സോ അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് കൂടുതൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കും അപ്പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുണ്ട്. അതായത് നമ്മളൊരു 40 കിലോമീറ്റർ അറൗണ്ട്, അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ അറൗണ്ടിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആഡ് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേന് അവിടെ നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ആഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഓരോ ലൊക്കേഷനും പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ആ ഒരു ലൊക്കേഷൻ കൊടുക്കുന്നു, ലൊക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തൊട്ട് സൈഡിലായിട്ട് ഡ്രോപ്പ് പിൻ, അല്ലെങ്കിൽ പിൻ നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഒരു പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ആഡ് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അടുത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളത് പിൻ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ ഒരു ആഡ് റൺ ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ഓഡിയൻസിനെ അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം, നമുക്ക് AB ടെസ്റ്റ് പോലെയുള്ള ക്യാമ്പയിൻസ് ചെയ്തതിന് ശേഷം, അതായത് നമുക്ക് A ആയിട്ടും B ആയിട്ടും പല വേർഷനുള്ള 2 ക്രിയേറ്റീവ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് കൊടുത്തതിന് ശേഷം ഇതിലേതാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് നമ്മുടെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ഉള്ളത്, ഓഡിയൻസിനെ നമുക്ക് വേർഷനായിട്ട് എടുക്കാം, അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് നമുക്ക് വേർഷനായിട്ട് എടുക്കാവുന്നതാണ്. സോ അതോടൊപ്പം ഏത് വേരിയേഷനാണ്, ഏത് A ആണോ B ആണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് റൺ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി വരുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റ്, അതായത് നമുക്കൊരു പർട്ടിക്കുലർ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു ക്യാമ്പയിനകത്ത് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്തുകൊണ്ട്, അതായത് ഒരൊറ്റ ക്യാമ്പയിനകത്ത് തന്നെ നമ്മൾ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് പല ആഡ് സെറ്റിലേക്ക് നമുക്ക് ഫണ്ടുകൾ ഫ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് റൺ ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനായിരിക്കും കൂടുതൽ ആഡ് പോകുന്നത്, കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനിയും ഇതുപോലെ ധാരാളം സെറ്റിങ്സുകൾ നമുക്ക് ഫേസ്ബുക്കിലും മെറ്റയിൽ വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ഫണ്ട് അനാവശ്യമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ആഡ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ താങ്ക് യു.